വേനൽക്കാലത്ത് നമ്മൾ നേരിടുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും പറയാനാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾ മരുന്ന് കുടിക്കുന്നതിന് പകരം നിങ്ങളെ രോഗിയല്ലാതെ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ ടിപ്സും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ആശുപത്രിയിൽ വരാതിരിക്കാൻ കഴിയും. അതാണ് ഈ വീഡിയോൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് ഇത് ആളുകളിലേക്ക് എത്തിക്കുക. ഞാൻ ഡോക്ടർ ബാസിൽ യൂസഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. സാധാരണയായിട്ട് വേനൽക്കാലത്ത് ഉണ്ടാകുന്ന പ്രധാന രോഗമാണ് സൂര്യാഘാതം. സൂര്യൻ്റെ ലൈറ്റ് നേരിട്ട് തട്ടിയിട്ട്, സൂര്യപ്രകാശം നേരിട്ട് തട്ടിയിട്ട് രോഗമാവുക എന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് സൂര്യപ്രകാശം തട്ടുന്നത് പരമാവധി ഒഴിവാക്കുക. ഇതിന് വേണ്ടിയിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാം, കുട ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊപ്പിക്കുട പോലെയുള്ള തലയിൽ തന്നെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളവ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഹാറ്റ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ടവൽ കൊണ്ടോ മുണ്ടുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ തല മറച്ചുകൊണ്ട് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാം. സൺഗ്ലാസ് ഉപയോഗിക്കാം. കാറിൽ നിങ്ങൾക്ക് ഫിലിം ഒട്ടിക്കൽ ഇപ്പോൾ നിയമവിരുദ്ധമാണെങ്കിലും സണ്ണിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കർട്ടനുകൾ ഉപയോഗിക്കാം. പുറത്തേക്ക് ഇറങ്ങുന്നവർ ഈ ടൈം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് തന്നെ പോകണം നിർബന്ധമാണെങ്കിൽ, ഇപ്പോൾ വെള്ളിയാഴ്ച പള്ളിക്ക് പോകുന്ന ഒരാൾക്ക് ഉച്ചയ്ക്ക് തന്നെ പോകണം, എന്നാൽ വീട്ടിലേക്ക് അരി വാങ്ങാൻ പോകേണ്ട ഒരാൾക്ക് വൈകുന്നേരം പോയാൽ മതി. അത് അങ്ങനെ ടൈം അറേഞ്ച് ചെയ്തിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. കാരണം എന്താ പറഞ്ഞാൽ കിഡ്നി സ്റ്റോണ്, മൂത്രക്കടച്ചിൽ, അതുപോലെ തന്നെ തലമിന്നൽ പോലെയുള്ള രോഗങ്ങളൊക്കെ കൂടുതൽ വരുന്നത് വെള്ളത്തിൻ്റെ അഭാവം കൊണ്ടാണ്. അതുപോലെ തന്നെ വെള്ളം കൂടുതൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. നന്നായിട്ട് വെള്ളം കുടിക്കുക. ചുരുങ്ങിയത് ഒരു 1.5 ലിറ്റർ മൂത്രം പുറത്ത് വരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ മൂത്രം മഞ്ഞ കളറാവും, മൂത്രം വിരൽ കുറയും, മൂത്രം വേദന ഉണ്ടാവും, കിഡ്നിക്ക് രോഗം വരും, ആ കല്ല് രൂപപ്പെടും, കിഡ്നി രോഗങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ മൂത്രക്കടച്ചിലുണ്ടാവും. ഇതൊക്കെ പ്രതിരോധിക്കാൻ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇനി വെള്ളം കുടിക്കുമ്പോൾ തന്നെ പാനീയങ്ങൾ ഉപയോഗിക്കാം. നാച്ചുറലായിട്ടുള്ള ഇളനീര് ഉപയോഗിക്കാം, സംഭാരം ഉപയോഗിക്കാം, നന്നാരി വെള്ളം ഉപയോഗിക്കാം, മോര് വെള്ളം ഉപയോഗിക്കാം, ബാർലി വെള്ളം ഉപയോഗിക്കാം, ജ്യൂസ് ഉപയോഗിക്കാം. പക്ഷേ ജ്യൂസിൽ പഞ്ചസാര വല്ലാതെ കുത്തിക്കലക്കിയിട്ട് ഉപയോഗിച്ച് രോഗിയാവരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കോളകൾ, സോഡകൾ, നാരങ്ങ സോഡ, ഫുൾജാർ സോഡ, അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്ന പതിവുണ്ട്. അതിലെ ഗ്യാസും മധുരവും കളറും കേടാണ്. പിന്നെ പലപ്പോഴും കളർ വെള്ളങ്ങൾ, ടാങ്ക്, റസ്ന പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അത് കിഡ്നിക്ക് കേടാണ്. പഞ്ചസാര വേറെ കേടുകൾ ഉണ്ടാക്കും. പലരും ആപ്പിൾ ജ്യൂസാണെന്ന് പറഞ്ഞിട്ട് ആപ്പിളിൻ്റെ എസൻസ് ഉള്ള വെള്ളം വാങ്ങി കുടിക്കും. മാംഗോ ജ്യൂസാണ് പറഞ്ഞിട്ട് മാംഗോൻ്റെ ടിന്നിൽ കൊണ്ടുവന്നിട്ടുള്ള വെള്ളം കുടിക്കും. ഇതൊക്കെ വളരെ കുറഞ്ഞ അളവിൽ അതിൽ മാംഗോ ഉള്ളൂ. മാംഗോ, ആപ്പിളൊക്കെ വളരെ കുറഞ്ഞ അളവിലേ ഉള്ളൂ. കളറും പഞ്ചസാരയാണെന്ന് തിരിച്ചറിയാം. നല്ലോണം സലാഡുകൾ കഴിച്ചോളൂ, നല്ലോണം ഫ്രൂട്ട്സ് കഴിച്ചോളൂ. നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ അയഞ്ഞിട്ടുള്ള നീളൻ കയ്യുള്ള, നീളൻ ശരീരം മുഴുവൻ മറയുന്ന തരത്തിലുള്ള ഡ്രസ്സ് ഉപയോഗിക്കുക. സ്ലീവ്ലെസ്സൊക്കെ ഉപയോഗിച്ചാൽ കളർ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോട്ടൻ്റെ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ലൈറ്റ് കളർ ഡ്രസ്സ് ഉപയോഗിക്കുക. ടൈറ്റായിട്ടുള്ളത് ഉപയോഗിക്കാതിരിക്കുക. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സൺസ്ക്രീന്, അതുപോലെ തന്നെ ക്രീമുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ഇല്ലാത്ത, വലിയ അപകടമില്ലാത്ത സംഗതികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ടാൻ അടിക്കുന്നതും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ എ സിയിൽ നിന്ന് ഒറ്റയടിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതും ഒറ്റയടിക്ക് ചൂടിൽ നിന്ന് എ സിയിലേക്ക് കടന്നു വരുന്നതുമായിട്ടുള്ള രീതി വേണ്ട. പലരും ചൂടിന്ന് വന്നിട്ട് ഒന്നിച്ച് തണുത്ത വെള്ളം എടുത്ത് കുടിക്കും. അല്ലെങ്കിൽ എ സി തണുപ്പിച്ച് വെക്കുമെന്ന് വൈഫിനോട് പറയും. വീട്ടിൽ നേരെ കയറി എ സി റൂമിലേക്ക് കയറിയിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് വരുന്നത് കൊണ്ട് രോഗങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കിയിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് ചൂടിന്ന് തണുപ്പിലേക്കോ തണുപ്പിന്ന് ചൂടിലേക്കോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുടെയൊക്കെ കാര്യം, അവരുടെ തൊട്ടി കെട്ടുമ്പോൾ നിങ്ങൾ വെയിലുണ്ട് ഷെയ്ഡ് വരുന്ന ഭാഗത്തേക്ക് കൊടുക്കുക, ചൂട് വരുന്നിടത്ത് കെട്ടരുത്. അതുപോലെ തന്നെ കാറൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെല്ലെ കാറിൽ എ സി ഇട്ടിട്ട് ഇറങ്ങും. ഒരു സൈഡിൽ ഇരിക്കുന്നവന് ഒന്നാകെ വെയിൽ കൊണ്ടിട്ട് ചൂടാകും. അതല്ലെങ്കിൽ കാറ് പാർക്കിങ്ങിൽ നിന്ന് എടുക്കുമ്പോൾ ആ സമയത്ത് നല്ല ചൂടായിരിക്കും. ഒറ്റയടിക്ക് ഫാമിലിനൊക്കെ കയറ്റുന്നതിന് പകരം കാറ് ചൂടത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഗ്ലാസ് താഴ്ത്തി ക്ലിയർ ചെയ്ത് വെൻറ്റിലേഷൻ ക്ലിയർ ആക്കി എ സി സെറ്റാക്കിയതിന് ശേഷം മാത്രം അവരെ വിളിക്കാതെ, അല്ലെങ്കിൽ ആ ചുട്ടു പുകഞ്ഞതിലേക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അവരെ വണ്ടിയിലേക്ക് കയറ്റുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വേനൽക്കാലം ആരോഗ്യപൂർണ്ണമാക്കി മാറ്റിയെടുക്കാൻ കഴിയും. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.